നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. അളഗപ്പ നഗർ പച്ചളിപ്പുറത്ത് വീട് കയറി ആക്രമിച്ച പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പച്ചളിപ്പുറം അറക്കൽ വീട്ടിൽ വൈശാഖ്, സുഹൃത്തായ പച്ചളിപ്പുറം ചെറുശ്ശേരി വീട്ടിൽ സന്തോഷ് എന്നിവരുടെ അറസ്റ്റാണ് പുതുക്കാട് പോലീസ് രേഖപ്പെടുത്തിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുതുക്കാട് യൂണിറ്റ് 32ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ചരിത്ര പ്രസിദ്ധമായ വരാക്കര പൂരം ഞായറാഴ്ച ആഘോഷിക്കും. ശനിയാഴ്ച വൈകിട്ട് നടത്തിയ ആനച്ചമയ പ്രദർശനം കാണികളുടെ മനം നിറച്ചു. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റായി ജസ്റ്റിൻ ജോൺസൺ ചുമതലയേറ്റു. യോഗം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSഉം ശാസ്താംപൂവം ഊര് ട്രൈബൽ യൂത്ത് ക്ലബ്ബും സംയുക്തമായി കലാസാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. അളഗപ്പ നഗർ പച്ചളിപ്പുറത്ത് വീട് കയറി ആക്രമിച്ച പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡിയായ പച്ചളിപ്പുറം അറക്കൽ വീട്ടിൽ വൈശാഖ്, സുഹൃത്തായ പച്ചളിപ്പുറം ചെറുശ്ശേരി വീട്ടിൽ സന്തോഷ് എന്നിവരുടെ അറസ്റ്റാണ് പുതുക്കാട് പോലീസ് രേഖപ്പെടുത്തിയത്. നിരവധി അടിപിടി കേസുകളിൽ പ്രതിയായ വൈശാഖ് ഗുണ്ടാ നിയമപ്രകാരം 6 മാസക്കാലത്തേക്ക് ജില്ലയിൽ നിന്നും നാടുകടത്തപ്പെട്ടിരുന്ന ആളാണെന്നും ശിക്ഷാകാലാവധി പൂർത്തിയായതിനെ തുടർന്ന് നാട്ടിൽ തിരികെ എത്തിയാണ് വീണ്ടും അക്രമം നടത്തിയെന്നും പോലീസ് പറഞ്ഞു. പ്രതികളോടൊപ്പം കൃത്യത്തിന് മറ്റു 2 പേർ കൂടി ഉണ്ടായിരുന്നതായും ഇവർക്ക് വേണ്ടി അന്വേഷണം നടത്തുകയാണെന്നും പുതുക്കാട് പോലീസ് അറിയിച്ചു. 4 വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. 7ാം വാർഡ് അംഗം PS പ്രീജു, കിഴക്കൂടൻ പ്രദീപ്, ചീരമ്പത്ത് സുനിൽ, പള്ളിപ്പാമടത്തിൽ നിതിൻ എന്നിവരുടെ വീടുകളാണ് ആക്രമിക്കപ്പെട്ടത്. വീടുകളുടെ വാതിലുകളും ജനലുകളും തകർത്തിരുന്നു. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു വാതിലുകളും ജനലുകളും തകർത്തത്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കുട്ടികളെയും സ്ത്രീകളെയും ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയും വടിവാൾ ഉൾപ്പെടെയുള്ളവയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പുതുക്കാട് സ്റ്റേഷൻ SHO UH സുനിൽദാസിന്റെ നേതൃത്വത്തിൽ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സജീവ്, ശ്രീജിത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിശ്വനാഥൻ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സർക്കാരുമായി ഒപ്പുവച്ച വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി മെഡിസെപ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന പെൻഷൻകാരെ ചൂഷണം ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുതുക്കാട് യൂണിറ്റ് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സമ്മേളനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MV യതീന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PA സുബ്രഹ്മണ്യൻ, സെക്രട്ടറി P തങ്കം, ഖജാൻജി PT വിക്രമകുമാർ, ബ്ലോക്ക് സെക്രട്ടറി KO പൊറിഞ്ചു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K സദാനന്ദൻ, MK ശാന്താകുമാരി, TA വേലായുധൻ, CV അനില, PV ദേവസി എന്നിവർ പ്രസംഗിച്ചു. MV യതീന്ദ്രദാസിനെ രക്ഷാധികാരിയായും VB ശോഭനകുമാരിയെ പ്രസിഡന്റായും PV ദേവസി, EV റോസി, CR സുരേഷ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും P തങ്കത്തിനെ സെക്രട്ടറിയായും CS സുരേഷ്, UV രാധ, EN സജീവൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും TM രാമൻകുട്ടിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. അംഗങ്ങൾക്കായി വിവിധ കലാമത്സരങ്ങളും സംഘടിപ്പിച്ചു. ഈ സമ്മേളനം അർപ്പിക്കുന്നു. സമയാസമയങ്ങളിലെ വർധന, വർധന, പെൻഷൻ പരിഷ്കരണം, അങ്ങനെ മുതലായ കാര്യങ്ങളെല്ലാം മറ്റു സഹായങ്ങൾ കിട്ടുന്നതിന് നമ്മുടെ സംഘടനയ്ക്കും മാത്രമേ നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സംഘടനയുടെ ആവശ്യം ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ധാരാളം സംസാരിക്കുന്നത് വയസ്സായത് ഒരുപാട് കഴിവുള്ള നേതാക്കൾ, പ്രവർത്തകർ നമ്മുടെ സംഘടനയ്ക്കുണ്ട്. അവർക്ക് അവസരം കൊടുക്കണം. അവർ മുന്നോട്ട് വന്ന് അവരുടെ അറിവും കഴിവും ശേഷിയും ക്ഷേമുഷിയും എല്ലാം നമ്മുടെ സംഘടനയ്ക്ക് സംഭാവന ചെയ്യും. യൂണിറ്റിനെയും അതേപോലെ തന്നെ ഈ ബ്ലോക്കിനെയും എൻ്റെ വ്യക്തിപരമായ രീതിയിൽ എൻ്റെ ബ്ലോക്കിൻ്റെ പേരിലും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്, സന്തോഷത്തോടു കൂടി. കാരണം ഇത്രയും മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ നിർമ്മിക്കുന്നതിലെ നേതൃത്വപരമായ പങ്ക് വഹിച്ച യൂണിറ്റ് കൂടിയാണ്. ചരിത്ര പ്രസിദ്ധമായ വരാക്കര പൂരം ഞായറാഴ്ച ആഘോഷിക്കും.
ശനിയാഴ്ച വൈകിട്ട് നടത്തിയ ആനച്ചമയ പ്രദർശനം കാണികളുടെ മനം നിറച്ചു. വരാക്കര KG ഹാളിലാണ് പ്രദർശനം ഒരുക്കിയിരുന്നത്. മുത്തുകുടകളും വെഞ്ചാമരവും നെറ്റിപ്പട്ടവും ആനയൊരുക്കത്തിന് വേണ്ടതെല്ലാം പ്രദർശനത്തിൽ അണിനിരന്നു. നിരവധി കാണികളാണ് എത്തിയിരുന്നത്. പൂരദിനമായ ഞായറാഴ്ച 20 പൂര സെറ്റുകളുടെ പങ്കാളിത്തത്തോടെ 20-ൽ പരം ഗജവീരന്മാരെ അണിനിരത്തി രാവിലെ 8 മുതൽ 11 വരെ പഞ്ചാരിമേളവും എഴുന്നള്ളിപ്പും 11 മണി മുതൽ 1 മണി വരെ വിവിധ കാവടി സെറ്റുകളുടെ കാവടിവരവ്, എഴുന്നള്ളിപ്പിന് ശേഷം അന്നദാനവും നടക്കും. ഉച്ചതിരിഞ്ഞ് 3 മുതൽ 6 വരെ പാണ്ടിമേള അകമ്പടിയിൽ കാഴ്ചശീവേലിയും, വൈകിട്ട് 6 മുതൽ വരാക്കര ദേശത്ത് നന്ദിക്കര സാംബവരുടെ നേതൃത്വത്തിൽ പന്തൽ വരവ്, രാത്രി 8-ന് ശ്രീരുദ്ര കൊടുങ്ങല്ലൂർ അവതരിപ്പിക്കുന്ന കരിന്തണ്ടൻ നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും അരങ്ങേറും. പുലർച്ചെ 1 മണി മുതൽ 3 മണി വരെ വിവിധ കലാരൂപങ്ങളുടെയും കാവടി മേളങ്ങളുടെയും അകമ്പടിയോടെ 20 കരയോഗങ്ങളുടെ പൂരവരവും, 3:30-ന് ആറാട്ടും 4 മുതൽ 6 വരെ കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റായി ജസ്റ്റിൻ ജോൺസൺ ചുമതലയേറ്റു. യോഗം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് സച്ചിൻ ഷാജു അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ, വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, പുതുക്കാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം, വൈസ് പ്രസിഡന്റ് പ്രിൻസ് അരിപ്പാലത്തുകാരൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ, യൂത്ത് കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം പ്രസിഡന്റ് ജീസ് നെല്ലായി, KJ ജോജു, രജനി സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. അഭിഭാഷകനായി എൻറോൾ ചെയ്ത മുൻ ജില്ലാ സെക്രട്ടറി MA അനീഷ് കുമാറിനെ യോഗത്തിൽ ആദരിച്ചു. മണ്ണമ്പേട്ട പരിശുദ്ധ അമരോത്ഭവ മാതാവിൻ പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ അമരോത്ഭവ മാതാവിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ ആന്റണി ആലുക്ക കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വികാരി ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ, ജനറൽ കൺവീനർ ഓസ്റ്റിൻ തെക്കുംപുറം, കൈക്കാരന്മാർ, തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 20, 21, 22 തീയതികളിലാണ് തിരുനാൾ. 19-ന് വൈകിട്ട് 6-ന് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തും. 20-ന് രാവിലെ 7 മണി മുതൽ ദിവ്യബലി, നവനാൾ തിരുക്കർമ്മങ്ങൾ, കൂട് തുറക്കൽ, തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നീ ചടങ്ങുകൾ ഉണ്ടായിരിക്കും. 21-ന് രാവിലെ 10:30-ന് ആഘോഷമായ തിരുനാൾ സമൂഹ ബലിയും, വൈകുന്നേരം 4-ന് ദിവ്യബലിയും തിരുനാൾ പ്രദക്ഷിണവും നടക്കും. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ 100-ാം വർഷ തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. തിരുനാൾ ദിനത്തിൽ രാവിലെ 10-ന് ആഘോഷമായ പാട്ട് കുർബാനയ്ക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികനാകും. ഫാദർ സൈജോ തൈക്കാട്ടിൽ സന്ദേശം നൽകും. വൈകിട്ട് 3:30-ന് കുർബാന, 4:30-ന് പ്രദക്ഷിണം, 7-ന് സമാപനത്തിനു ശേഷം വർണ്ണമഴ. തിങ്കൾ രാവിലെ 7-ന് പൂർവിക സ്മരണാഞ്ജലി, വൈകിട്ട് 6-ന് സ്നേഹസംഗമം, 6:30-ന് ഗാനമേളയും ഉണ്ടായിരിക്കും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS-ഉം ശാസ്താംപൂവം ഊര് ട്രൈബൽ യൂത്ത് ക്ലബും സംയുക്തമായി കലാസാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത ബാലൻ അധ്യക്ഷയായി. കലാകാരൻ മുരളി ചാലക്കുടി, ഗായകൻ മിലൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സനല ഉണ്ണികൃഷ്ണൻ, ദിവ്യ സുധീഷ്, CDS അംഗം ഷൈജ ഹുസൈൻ, ST അനിമേറ്റർ അനിത എന്നിവർ പ്രസംഗിച്ചു. DYFI ജനുവരി 20-ന് സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥം കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി അംഗം LM ഷമീല അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PD നെൽസൺ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് കമ്മിറ്റി അംഗം CV സുധ, CV അലീഷ എന്നിവർ പ്രസംഗിച്ചു. ക്രൈസ്റ്റ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗ്രാമീണ സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി കള്ളിച്ചിത്ര ട്രൈബൽ കോളനിയിലേക്ക് വാട്ടർ ടാങ്ക് നൽകി. കള്ളിച്ചിത്ര ട്രൈബൽ കോളനിയിലെ സാംസ്കാരിക കേന്ദ്രത്തിൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി 1000 ലിറ്ററിന്റെ വാട്ടർ ടാങ്കാണ് നൽകിയത്. പദ്ധതി വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ വർക്ക് മേധാവി അജീഷ് ജോർജ്, അധ്യാപകരായ റോസ്മോൾ ഡാനി, NS സൈജിത്, ലാൻജോ ജോസ് എന്നിവർ പ്രസംഗിച്ചു. SNDP യോഗം തെക്കേത്തുറവ് ശാഖയുടെയും വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ് എന്നിവയുടെയും സംയുക്ത വാർഷികവും പൊതുയോഗവും തെരഞ്ഞെടുപ്പും ഞായറാഴ്ച നടത്തും. രാവിലെ 9-ന് നടക്കുന്ന യോഗം SNDP പുതുക്കാട് യൂണിയൻ പ്രസിഡന്റ് CJ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്യും. ശാഖ പ്രസിഡന്റ് കൃഷ്ണസ്വാമി അധ്യക്ഷത വഹിക്കും. പുല്ലൂരിന്റെ സ്വപ്ന പദ്ധതിയായ പുല്ലൂർ പൊതുമ്പ് ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നഗരസഞ്ചയയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്.
മുരിയാട് കായലിൽ നിന്നും മുരിക്കോൾ വഴി പുല്ലൂർ പൊതുമ്പുച്ചിറയിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കുക വഴി പൊതുമ്പുച്ചിറയുടെ ജലവിധാനം നിലനിർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പൈപ്പ് കൈമാറിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലനും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റലപ്പള്ളിയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം നികിത അനൂപ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോസ് ചുങ്കൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി വരിക്കശ്ശേരി, ഫാദർ യേശുദാസ് കൊടകരക്കാരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് സ്ഥിരം സമിതി അധ്യക്ഷൻ KU വിജയൻ, പാടശേഖര സമിതി ഭാരവാഹികളായ TD ആന്റണി, വിൽസൺ ആലപ്പാടൻ, ചാർലി കുന്നത്തുപറമ്പിൽ, പഞ്ചായത്ത് അംഗങ്ങളായ AS സുനിൽകുമാർ, മനീഷ മനീഷ്, മണി സജയൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിമി സെബാസ്റ്റ്യൻ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC ഗംഗാധരൻ, കൃഷി അസിസ്റ്റന്റ് നിതിൻ രാജ് എന്നിവർ പ്രസംഗിച്ചു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾ ബുധനാഴ്ച നടക്കും. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 104ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ബുധനാഴ്ച രാവിലെ 9:30 സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തും. പരിപാടി മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിക്കും. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ PP ടെസി, സീനിയർ അധ്യാപകരായ TF റോസ്ലി, NA ബീനദാസ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ദേശീയ യൂത്ത് ഡേയുടെ ഭാഗമായി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റും IQACയും സംയുക്തമായി വിഷൻ 2K24 ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സ്വാമി വിവേകാനന്ദന്റെ 161ാമത് ജന്മദിനത്തിൽ നടന്ന ചടങ്ങ് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങനയാടൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിവിൽ പോലീസ് ഓഫീസറും മോട്ടിവേഷണൽ സ്പീക്കറുമായ IB ഷൈൻ ശില്പശാല നയിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പോൾ ഊക്കൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ MJ റാണി, IQAC കോർഡിനേറ്റർ കരുണ നായർ, NSS യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യൻ യുവത്വവും സുസ്ഥിരതയുടെ സ്വപ്നവും എന്ന വിഷയത്തിൽ നടന്ന പ്രസംഗ മത്സരത്തിൽ 1ാം വർഷ BBA വിദ്യാർത്ഥി അലീന വിൻസൻ 1ാം സ്ഥാനവും 2ാം വർഷ MSc ക്ലിനിക്കൽ സൈക്കോളജി വിദ്യാർത്ഥി സനാഹന 2ാം സ്ഥാനവും നേടി. 3ാം വർഷ BSc സൈക്കോളജി വിദ്യാർത്ഥി ജോയൽ വിൻസനാണ് 3ാം സ്ഥാനം. കാലാവസ്ഥ. ഇന്നത്തെ കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. SBI തൃശൂർ തൊഴിൽ മേളയുടെ ഭാഗമായി 15ാം തീയതി തിങ്കളാഴ്ച പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ഇന്റർവ്യൂ നടത്തും. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് സമയം. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഡെവലപ്മെന്റ് മാനേജർ തസ്തികയിലേക്കും, +2 പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് സെയിൽസ് ഓഫീസറുടെ ഒഴിവുകളിലേക്കും, +2 യോഗ്യതയുള്ള വനിതകൾക്ക് പ്രോജക്ട് ശക്തിയിലേക്കും, SSLC +2 യോഗ്യരായ 25നും 65നും മധ്യ പ്രായമുള്ളവർക്ക് ലൈഫ് മിത്രയിലേക്കും അപേക്ഷിക്കാം. SSLC +2 സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. രജിസ്ട്രേഷനായി 9846 684410 8921256856 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 5800 രൂപ, പവന് 46,400 രൂപ. കൊറ്റിക്കൽ മാധവൻ മകൻ ദേവദാസ് അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആയിഷയാണ് ഭാര്യ. ദിലീപ്, നിഷ എന്നിവർ മക്കളും, മനോജ്, സംഗീത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. അളഗപ്പ നഗർ പച്ചളിപ്പുറത്ത് വീട് കയറി ആക്രമിച്ച പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പച്ചളിപ്പുറം അറക്കൽ വീട്ടിൽ വൈശാഖ്, സുഹൃത്തായ പച്ചളിപ്പുറം ചെറുശ്ശേരി വീട്ടിൽ സന്തോഷ് എന്നിവരുടെ അറസ്റ്റാണ് പുതുക്കാട് പോലീസ് രേഖപ്പെടുത്തിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുതുക്കാട് യൂണിറ്റ് 32ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ചരിത്ര പ്രസിദ്ധമായ വരാക്കര പൂരം ഞായറാഴ്ച ആഘോഷിക്കും. ശനിയാഴ്ച വൈകിട്ട് നടത്തിയ ആനച്ചമയ പ്രദർശനം കാണികളുടെ മനം നിറച്ചു. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റായി ജസ്റ്റിൻ ജോൺസൺ ചുമതലയേറ്റു. യോഗം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSഉം ശാസ്താംപൂവം ഊര് ട്രൈബൽ യൂത്ത് ക്ലബ്ബും സംയുക്തമായി കലാസാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു.
മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.